Hello all. As the Secretary of Aditya IRIS, I would like to welcome you all to IRIS Onam-Deepa 2025. Well, when we talk about Onam and Diwali, it takes me back to my childhood memories. Where's the mic? പ്രസംഗിച്ചിട്ട് പോയ സെക്രട്ടറിക്കൊന്നും ഇതിൽ യാതൊരു കാര്യമില്ല. ഇതിൻ്റെ പുറകിൽ രാപ്പകൽ കഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർ നിങ്ങളിപ്പോൾ കാര്യങ്ങളൊക്കെ പറയും. ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ ഡെക്കറേഷൻ മൊത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പലവിധം പൂക്കൾ നമുക്ക് ആവശ്യമുണ്ട്. ചെമ്മന്തി, ചെട്ടി, മുല്ലപ്പൂ, ചെക്കിപ്പൂ, പലവിധം പൂക്കൾ നമുക്ക് ആവശ്യം. സൂര്യകാന്തി പൂ, ഒഴിച്ചുകൂടാത്ത പലവിധം പൂക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 100-150 കിലോ പൂ എടുക്കണം എന്നാണ് എൻ്റെ ഒരു കണക്ക്. നമുക്ക് പിന്നെ ഈ തിരുവാതിരയും വടംവലിയും ചിങ്കാരിമേളവും ഒക്കെ ഉള്ളതുകൊണ്ട് സ്പോൺസേഴ്സിൻ്റെ മേളമായിരുന്നേ. ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കല്ലേ, ഞങ്ങൾ സ്പോൺസർ ചെയ്യണോ, ഞാൻ പിന്നെ വേണ്ടെന്ന്. പരിപാടിയുടെ മെയിൻ, ഓണപ്പരിപാടിയുടെ മെയിൻ എന്ന് പറയുന്നത് തിരുവാതിരയാണ്. തിരുവാതിരക്ക് ഒരു 50 അടീൻ്റെ സ്റ്റേജാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ സ്ഥലം പറ്റുന്നില്ല. അവിടെ സ്ഥലം 50 അടി സ്റ്റേജ് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഒരു 36 അടിയുടെ സ്റ്റേജ് തീരുമാനിച്ചു. അപ്പോൾ 36 അടി സ്റ്റേജ് ಇಟ್ಟಿട്ടുണ്ട്. അടുത്ത വർഷം നമ്മൾ എന്തായാലും 50 ಅಡಿയുടെ സ്റ്റೇಜ್ തന്നെ ಇಡು. ಅതൊരു ಮೆಗಾ ತಿರುವಾದಿರೆ ಆയിരിക്കും. ಪ್ರತಿ ವರ್ಷ ಓಣಂ ಮಾಡ್ತಾರೆ. ಓಣಂಗೆ ಮಾವೇಲಿ ಬೇಕು. ನನ್ನನ್ನು ತಗೊಂಬಿಟ್ಟವ್ರೆ ಮಾವೇಲಿ ಮಾಡೋಕ್ಕೆ. ಇವ್ರು ಓಣಂಗೋಸ್ಕರ ನಾನು ಮಾವೇಲಿ ಮಾಡೋಕ್ಕೆ ಹಾಗೆ ಆಗಲ್ಲ. 1 ವಾರ ಮುಂಚೆ ಜಿಮ್ಗೆ ಹೋಗಬೇಕು. ಜಿಮ್ ಮಾಡಿ ಬಾಡಿ ಬಿಲ್ಡ್, ಈ ಹೊಟ್ಟೆ ಇಟ್ಕೊಂಡು ಬಾಡಿ ಬಿಲ್ಡ್ ಮಾಡಬೇಕು. ವ್ರತ ಬೇರೆ ಮಾಡಬೇಕು. ಮಾವೇಲಿ ನಮಗೇನು ಪಾಪ ಕಟ್ಕೊಳ್ಬಾರ್ದಂತ ಮುಂಚೆ 1 ವಾರ ಮಾಡ್ತಿದ್ವಿ, ಇವಾಗ 3 ದಿನ ಮಾಡ್ತೀವಿ. ಅದರ ಮೇಲೆ ಈ ವರ್ಷ ಪ್ರೆಸಿಡೆಂಟ್ ಬೇರೆ ತಗೋ, ಅದೊಂದು ಇನ್ನೊಂದು ಸರಿ. ಆದರೆ ಓಣಂಗೆ ಮಾವೇಲಿನೇ ಇಂಪಾರ್ಟೆಂಟು. ಆದರೆ ನೋಡೋಣ, ಪ್ರತಿ ವರ್ಷ ನನ್ನನ್ನು ಮಾಡ್ತಾರೆ. ഈ വർഷം ಮಾಡ್ತಾರೆ ഇಲ್വോ നോಡೋಣ. ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളാണല്ലോ മെയിൻ. അപ്പോൾ ഈ പൂക്കളത്തിൻ്റെ ചീഫ് ഡിസൈനർ പിന്നെ ഞാനാണല്ലോ എല്ലാ വർഷവും. അപ്പോൾ ഇത്തവണ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ജോമെട്രിക്കൽ ഡിസൈനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്റേ ഫിലിമിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പാട്ട് പ്രാക്ടീസാണോ? അത് ഇങ്ങനെ എല്ലാ പാട്ടും എനിക്ക് പാടാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ കുറച്ച് വേറെ പുതിയ ആൾക്കാരെയും കൂടെ വിളിക്കണം. അറിയാലോ, അരവിന്ദ് പിന്നെ പൂക്കളത്തിൻ്റെയും മറ്റു പ്രാക്ടീസൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് പിന്നെ ഈ ആദിത്യ ഐറിസിൽ മ്യൂസിക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മ്യൂസിക് എന്ന് പറയുമ്പോൾ സോങ്സ് ഉണ്ട്, ഡ്യുവറ്റ് ഉണ്ട്, സോളോ ഉണ്ട്, പിന്നെ ഗാനമേളയുണ്ട്. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഈവൻസിന്റെ ലിസ്റ്റ് ഇങ്ങനെ ഇട്ടു. ഇത്രയും ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണെന്ന് പറഞ്ഞാൽ, ലൈക്ക് സ്കിറ്റിന് ആൾ ചോദിച്ചു, പിന്നെ മിക്സഡ് ഡാൻസ് ഉണ്ട്, പിന്നെ മെഡ്ലി ഉണ്ട്, പിന്നെ സോളോ സിംഗിങ്, ഗിറ്റാർ, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കിങ്ങനെ ഓരോ ഇവൻറ്റ്സ് ആയിട്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ചാർട്ട് ചെയ്യാൻ പോലും ടൈം ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും, കോൾ വന്നുകൊണ്ടിരിക്കും, എപ്പോഴാണ് പരിപാടി, എപ്പോഴാണ് പ്രാക്ടീസ്. പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് എൻ്റെ ഡോറിൻ്റെ അടുത്ത് മാറുന്ന പോലും ഇല്ല. ഫുൾ ടൈം അവർക്ക് പ്രാക്ടീസ് വേണം. ഇറ്റ്സ് ഓൾറെഡി ഗോയിങ് ടു ബി 5. No, not 5:30. 5:30 we have mixed dance practice. இன்னைக்கு வர முடியாதா? ஒரு 5 minutes ஆச்சு வர முடியுமா? অ্যাকচুয়ালি আমি ভারতনাট্যম ডান্সার, রবীন্দ্রনৃত্য, ওড়িশি, কথাকলি ওগুলো আমি জানি। এখন কি করব, বাচ্চাদের জন্য এই ছোট ছোট স্টেপ শেখাতে হচ্ছে। So, under the able guidance of the Secretary of Aditya IRIS, IRIS Onam-Deepa 2025 was a grand success.